ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷം? അൽഹംദുലില്ലാ എനിക്കും സുഖമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളിതാ അവിടെ ജോലിക്ക് കയറിയിട്ട് ഒരു മാസം തികഞ്ഞു. ആദ്യം ഒരു 12 ദിവസമായിരുന്നു കഴിഞ്ഞ മാസത്തിൽ. ആ 12 ദിവസത്തിനുള്ള സാലറി കിട്ടി. അതുപോലെ തന്നെ ഈ മാസത്തെ സാലറിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ, ഞാൻ മുമ്പ് വന്നിരുന്നിടത്തെ പോലെയല്ല സാലറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ തരുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും കാലം സ്വന്തം ഒരു ഷോപ്പൊക്കെ നടത്തി അതിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടണതും, അതല്ലാണ്ട് മറ്റൊരാളെ കീഴിൽ നിന്നിട്ട് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമായിട്ടാണ് നമ്മൾ ഒരാളെ കീഴിൽ നിൽക്കുന്നത്. നമ്മൾ സ്വന്തം കാലിലല്ലേ ഇത്രയും കാലം നിന്നിരുന്നേ. അപ്പോൾ അവിടുന്ന് നമുക്ക് ഒരു വിജയം ഉണ്ടായില്ല എന്നൊന്നും പറയൂല കേട്ടോ. അതിൽ നിന്നും നമുക്ക് മാഷാ അല്ലാ അതുവരെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ എന്തോ പടച്ചോൻ എപ്പോഴൊന്നും കണ്ണ് തുറക്കൂല അറിയൂലേ. ചില സമയങ്ങൾ അല്ലെങ്കിൽ ചില എല്ലാം പാടെ ഒരുമിച്ചായ കാരണമായിരിക്കും എനിക്കത് താങ്ങാൻ പറ്റാന്ന്. അല്ലാണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എത്രയും വർഷങ്ങൾ ഞാൻ അതിൽ തന്നെയാണ്. അങ്ങനെ പറയാനും പറ്റൂല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരാളെ കീഴിൽ നിന്നിട്ട് ഫസ്റ്റ് ടൈം നമുക്കൊരു സാലറി കിട്ടുക പറയുമ്പോൾ സന്തോഷമുണ്ട്, സങ്കടമുണ്ട് കേട്ടോ. അത് സന്തോഷ കണ്ണീരാണ് അല്ലേ. ഇന്ന് ലൈവ് വന്നപ്പോഴും കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമുക്ക് നമ്മുടെ ഒരിയിൽ എന്തൊക്കെയാണ് അള്ള കണക്കാക്കിക്കണമെന്ന് വെച്ചെങ്കിൽ അതൊക്കെ നമ്മൾ തന്നെ അനുഭവിക്കണം എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. ഞാൻ എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. പക്ഷേ എൻ്റെ മക്കൾ എൻ്റെ കൂടെ അല്ല എന്നുള്ള ആ ഒരൊറ്റ സങ്കടം മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ സുഖമൊന്നും പഠിച്ചോ എല്ലാവർക്കും തരൂല പറയൂലേ. എല്ലാ സുഖങ്ങളും തന്നാൽ നമ്മൾ പഠിച്ചവനെ മറക്കൂലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിച്ചവനോട് പറഞ്ഞ് കരയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറയാനും ഒരുപാട് എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ആരും എനിക്ക് എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ ഞാനൊന്നിനും പോവാത്ത ഒരാളാണ്. പിന്നെ എന്തെങ്കിലും പറ്റാത്ത കണ്ട പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ അതൊക്കെ നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലും കാര്യങ്ങൾ ഇവിടെയൊക്കെ അതിനും ഞാൻ പരമാവധി എല്ലാം അടക്കി പിടിച്ച് സഹിച്ച് എത്രത്തോളം ഉള്ളിലൊതുക്കാൻ പറ്റണോ. വീട്ടിലൊക്കെ കുട്ടികൾ ചെറിയൊരു കാര്യത്തിന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരുന്നു. അജുമോനൊക്കെ എന്തെങ്കിലും ദേഷ്യം വന്നാൽ ചിലപ്പോൾ അടിക്കാൻ ഓടിച്ചാൽ അവന്മാരുടെ അടുത്ത് ഓടിപ്പോട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടുത്തെ കുട്ടികളുടെ അടുത്ത് അങ്ങനെ ഓരോ കാര്യം പറഞ്ഞപ്പോൾ അജൂട്ടി ചോദിക്കാൻ എൻ്റെ അടുത്ത്, അമ്മച്ചിക്ക് എന്നെ തല്ലാൻ പുതിയ പോലെ അവരെ തല്ലാൻ പോലുണ്ട്. എൻ്റെ മക്കളെ എല്ലാവരും മക്കളെ തല്ലും, പക്ഷെ എപ്പോഴൊന്നും തല്ലൂല. തല്ലണത് ഞാൻ അത്രയും കാര്യപ്പെട്ട കാര്യത്തിനുള്ളൂ തല്ലുള്ളൂ. ഞാൻ അങ്ങനെ ആലോചിക്കുമായിരിക്കും, ഈ മക്കളെയൊക്കെ ഉപേക്ഷിച്ച് പോണ തള്ളാർക്കൊക്കെ എങ്ങനെയാണ്
മക്കളെ കാണാതിരിക്കാനൊക്കെ പറ്റണേ എന്തായതാന്നൊക്കെ നിവൃത്തിയോടുകൊണ്ട് ഇട്ടെറിഞ്ഞു പോന്നിട്ട് പോലും എനിക്ക് പറ്റണില്ല. പിന്നെ ഒരുപാട് പേര് മക്കളെ കുറിച്ചിട്ട് എന്നെ കുറിച്ചിട്ട് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ മക്കളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എല്ലാവരും ഒരു ഫാമിലിയിൽ ഒരു അംഗത്തെ പോലെ എന്നെ കാണുന്നുണ്ട്. അപ്പോൾ സ്വന്തം വാപ്പ, ജന്മം കൊടുത്ത വാപ്പ വന്ന് അന്വേഷിക്കുകയും ചെയ്യാതെ ആദ്യം മക്കളെ വിവരങ്ങൾ ഇതിൽ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ. നിങ്ങളുടെ മുന്നിൽ കരയൂല വിചാരിച്ചതാണ്. പക്ഷെ എന്തോ എപ്പോഴും ചിരിച്ചിട്ട് വരാൻ പറ്റൂലല്ലോ അല്ലേ. ഞാനും ഒരു എന്താ പറയുക മൃഗമൊന്നുമല്ല. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. ഇപ്പം നിങ്ങളും കൂടെ എൻ്റെ കൂട്ടത്തിലുള്ള കാരണം എൻ്റെ സങ്കടമായാലും സന്തോഷമായാലും എല്ലാം നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ ചിലവരൊക്കെ പറയും ഇത് കണ്ടിട്ട് സന്തോഷിക്കണവരുണ്ടാവുന്നു. എൻ്റെ ഈ കണ്ണീര് കണ്ടിട്ട് ആരെ സന്തോഷിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ ഈ കണ്ണീര് ഒഴുക്കണത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്ക് ആരോടും പറയണ്ട. പഠിച്ച റബ്ബിനോട് മാത്രം പറഞ്ഞാൽ മതി. റബ്ബിനറിയാം ഞാൻ എന്തിനാ കരഞ്ഞേ, അല്ലെങ്കിൽ എന്തിനാ നിങ്ങളുടെ മുന്നിൽ വന്നേ. ഞാനിങ്ങനെ ഒരു പ്രൊഫൈൽ പോലും വെക്കാൻ ഇഷ്ടമല്ലാണ്ട്, അല്ലെങ്കിൽ അതുപോലും ഞാൻ ചെയ്യാത്തൊരാളായിരുന്നു. അപ്പം ഞാനിന്ന് ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കണുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെതായിട്ടുള്ളൊരു സന്തോഷത്തിന്, അതല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടിയിട്ട് അതിൻ്റെ മക്കൾക്ക് എന്ന് വിചാരിച്ചിട്ട് മാത്രം തന്നെയാണ്. പിന്നെ ആരെന്ത് പറഞ്ഞാലും അതല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും ചേർത്ത് പിടിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതൊരു പക്ഷേ എൻ്റെ നാട്ടുകാരോ അല്ലെങ്കിൽ എൻ്റെ കുടുംബങ്ങളോ ഒന്നും ആയിക്കോണമെന്നില്ല. ഞാൻ അറിയാത്ത എത്രയോ ആളുകൾ എന്നെ സ്നേഹിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചില സമയത്തൊക്കെ ഞാൻ ഈ ഭൂമിയിൽ എന്തിനാ നിൽക്കണേ അത്രക്കും മടുത്തു പോയ ദിവസങ്ങളുണ്ട്. ചിരിക്കാനും എന്താ പറയുക റീൽസ് ഇടുമ്പോൾ അതിനനുസരിച്ചിട്ട് കോമാളി വേഷം കെട്ടാനും മാത്രമൊന്നുമല്ല അറിയാം, ഇതുപോലെ ഇരുന്ന് കരയാനും അറിയാം. കരയണം, നമ്മുടെ സങ്കടങ്ങളൊക്കെ നമ്മൾ കരഞ്ഞ് തന്നെ തീർക്കണം. ഇപ്പം ഇത്രയും മുന്നിൽ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ കാരണത്താണ് എനിക്ക് ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിലെ കുറേ
കുറേ പേര് പറയാനുണ്ടാവും സജന അഹങ്കാരിയാണ്, തൻ്റെടിയാണ്, അവൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ്, അത് അവൾക്ക് വേണം എന്നൊക്കെ പറയാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. ആര് പറഞ്ഞോട്ടെ, എനിക്കതിലൊന്നും ഒരു വിഷമമല്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ സങ്കടം എന്ന് വെച്ചാൽ എൻ്റെ മക്കളെ, അതിൽ മാത്രമേ ഉള്ളൂ എനിക്ക് സങ്കടം. ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരിക്കൽ മനസ്സിലാക്കിയാൽ മതി എന്നുള്ളൂ. എനിക്ക് മനസ്സിലാക്കുമായിരിക്കും എൻ്റെ മക്കൾ. ഞാൻ അത്രത്തോളം അവരെ പൊന്നു പോലെ നോക്കുന്നുണ്ട്. ഒന്നിനും ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. കൂടുതലായിട്ട് മക്കളെ ഇതുപോലെ സ്നേഹിച്ചാലുള്ള ഭവിഷ്യത്തുകളാണതൊക്കെ. എൻ്റെ വാപ്പയും എന്നെ 14 വയസ്സിൽ പിടിച്ച് കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ ഒരുപക്ഷെ എൻ്റെ അമ്മ ഇതുപോലെ കരഞ്ഞിട്ടുണ്ടാവും ഞാൻ വേറൊരു വീട്ടിലേക്ക് പോയപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ അതേ അവസ്ഥ എൻ്റെ മക്കൾക്കും കൂടെ വരുമ്പോൾ, ഇപ്പോഴേ ഞാനിങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു വീട്ടിലേക്ക് പിടിച്ചു കൊടുക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് അതും ഞാൻ ആലോചിക്കുന്നു. എന്തായാലും എൻ്റെ ജീവിതം എൻ്റെ മക്കൾക്ക് എങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. എത്രയും പെട്ടെന്ന് അവർക്ക് പഠിക്കാനും അതേപോലെ എന്തെങ്കിലും ഒരു ജോലി ആവാനും ഒക്കെ നിങ്ങളെ കഴിയുന്ന പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ ചില നേരത്തൊക്കെ കൈവിട്ട് പോകും മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ. എനിക്ക് എന്തിനാ എൻ്റെ മക്കളില്ലാതെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണത്, അങ്ങനെ തോന്നിപ്പോകുന്നുണ്ട് ചില ദിവസങ്ങൾ. എന്തായാലും ഒരാളെ കീഴിൽ നിന്നിട്ട് 10 റുപ്യ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. അതേപോലെ തന്നെ കടത്തേക്കായാലും 1 റുപ്യ എനിക്ക് അയക്കാൻ പറ്റിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്. ഇനിയും കടങ്ങൾ വീട്ടാനും മക്കളെ നോക്കാനും അതുപോലെ തന്നെ മനസ്സ് താളം തെറ്റാതിരിക്കാനും നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരും ദുആയിലും എന്നെ എൻ്റെ മക്കളെ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒന്നും ഒരു പൊട്ടത്തരത്തിലും ഞാൻ ചെന്ന് ചാടാതെ, അതേപോലെ തന്നെ വേറെ ഒന്നിനെ കുറിച്ചിട്ടും ചിന്തിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം. മാഷാ അല്ലാഹ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും.